നമസ്കാരം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പേ തന്നെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPM 16 CPI 4 പരമ്പരാഗത UDF കോട്ടകളിൽ പോലും ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് ഇടതുമുന്നണി ഒരു മുഴം മുമ്പേ ഇറങ്ങുന്നത്. 2 വനിതകൾ, 4 സിറ്റിംഗ് MLA മാർ, 6 സിറ്റിംഗ് MP മാർ, 2 ജില്ലാ സെക്രട്ടറിമാർ, ഒപ്പം പൊതുമുഖവും. ഇങ്ങനെയാണ് CPM സ്ഥാനാർത്ഥി പട്ടിക. CPI ആകട്ടെ 2 സിറ്റിംഗ് MLA മാരെയും ഒരു മുൻ MLA-യും അണിനിരത്തുന്നു. കോൺഗ്രസും BJPയും സ്ഥാനാർത്ഥി നിർണയത്തെ കാര്യത്തിൽ പിന്നോട്ടടിക്കുമ്പോഴാണ് LDF തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി കഴിഞ്ഞിരിക്കുന്നത്. പാർലമെന്റിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സ്ഥാനാർത്ഥി നിർണയം LDFന് എത്രമാത്രം ഗുണം ചെയ്യും? ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. മുൻകൂട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം LDFന് ഗുണമാകുമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 047166158881. വാട്സ്ആപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ അറിയിക്കുക. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള LDFന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നു. 16 CPM-ഉം 4 CPM-ഉം മത്സരിക്കും. എന്തായാലും പ്രചരണ രംഗത്ത് LDF സജീവമായി കഴിഞ്ഞിരിക്കുന്നു. ഈ വേളയിൽ ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. മുൻകൂട്ടിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം LDFന് എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളതാണ്. പ്രേക്ഷകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അറിയിക്കുന്നു. വെണ്ണിയൂരിൽ നിന്നും പ്രദീപ് എന്ന പ്രേക്ഷകനാണ് ആദ്യം പൊതുവേദിക്കൊപ്പം ചേരുന്നത്. ശ്രീ പ്രദീപ്, ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. 2 ചൊവ്വാഴ്ചയോടുകൂടി ആ തീരുമാനം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പേ തന്നെ LDFന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നു. സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡലങ്ങളിൽ സജീവമാകുകയും ചെയ്യുന്നു. ഇത്തരമൊരു തീരുമാനം, പ്രത്യേകിച്ചും വളരെ നേരത്തെ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലൂടെ LDFന് ഏത് തരത്തിലുള്ളൊരു ഗുണമാണ് ഉണ്ടാകുക എന്നാണ് താങ്കൾ കരുതുന്നത്? നമസ്കാരം സർ. ഇതില് എത്രമാത്രം അവർക്ക് ഗുണമുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന വ്യക്തികളെല്ലാം നമുക്ക് MLA-മാരായിട്ടൊക്കെ മിക്കവാറും അറിയാവുന്നവരാണ്. പക്ഷെ അതുകൊണ്ടൊരു ഗുണം ജനങ്ങൾക്കുണ്ടാകുന്നത് ഇവരെ കുറിച്ചുള്ള പോരായ്മകൾ കൂടുതൽ അവർക്ക് വിശകലനം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായിരിക്കും ഇത്. ഒപ്പം ഒരു MLA-മാരായി ഇവർ പ്രവർത്തിച്ച കാലഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്തില്ല, അപ്പോൾ ഇവരെ MP-യെ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നല്ലൊരു അവലോകനം ജനങ്ങളുടെ ഇടയിലും ഒപ്പം നടത്താനുള്ള ഒരു അവസരം അവർ നേരത്തെ കൂട്ടി കൊടുത്തതിലും ഉണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ കോൺഗ്രസും BJPയും ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തുന്നതേയുള്ളൂ. അവർ സാവധാനമാണ് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ LDF വളരെ ആവേശത്തോടെ ആ തീരുമാനങ്ങൾ എടുക്കുകയും സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ, പ്രവർത്തകരടക്കമുള്ളവർ ആവേശത്തോടെ ഈ പ്രചരണ രംഗത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അത് കുറേയൊക്കെ ഒരു ആത്മവിശ്വാസം അവർക്ക് വർദ്ധിപ്പിക്കുകയും കൂടുതൽ ജനങ്ങളിലേക്ക് കൂടുതൽ മുൻകൂട്ടി തന്നെ എത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഗുണം ചെയ്യില്ലേ? സാർ, ഇത് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് ഗുണം ചെയ്യുന്നുള്ളതാണ് നമ്മളൊന്ന് ശരാശരി മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നത്തെ ആനുകാലികമായ കാര്യങ്ങൾ നമ്മൾ വെച്ച് കണക്കൂട്ടുമ്പോൾ ഓരോ ജനങ്ങളും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും വ്യക്തമായി അവരുടെ മനസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏത് രാഷ്ട്രീയ കക്ഷിക്ക് വേണം ഞാൻ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് എത്രമാത്രം പ്രചരണം കൊടുത്താലും അതുകൊണ്ട് എത്രമാത്രം ഗുണം ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല. പിന്നെ സാറ് ചോദിച്ച മറ്റൊരു കാര്യം, നേരത്തെ ഈ കോൺഗ്രസിന്റെ ഏതാണ്ട് സ്ഥാനാർത്ഥികളെല്ലാം ഈ ലിസ്റ്റിൽപ്പെട്ടവരായിരിക്കാം അറിയപ്പെടുന്നത്. BJPയുടേത് കുറച്ച് പുതുമുഖങ്ങളോ അല്ലെങ്കിൽ അറിയപ്പെടുന്നവരും ആയിരിക്കാം. പിന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം LDFന് അധികം ചോയ്സ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നല്ല കുറച്ച് സാംസ്കാരിക നായകന്മാരെ അല്ലെങ്കിൽ കുറെ സ്ത്രീകളെയും കൂടെ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇത് കൊള്ളാമായിരുന്നു. പക്ഷെ അവർ നവോത്ഥാനമൊക്കെ പറഞ്ഞിട്ടും അത് നടപ്പാക്കിയില്ല. അതൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. നന്ദി പ്രതികരിച്ചതിന്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. പാലക്കാട് നിന്ന് സുരേഷ്, ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് LDF പൂർത്തിയാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുകയും ചെയ്യുന്നു. ഈ പരമ്പരാഗത UDF കോട്ടകളിൽ പോലും ശക്തരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് LDF തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്നത്. വളരെ നേരത്തെ കൂട്ടിയുള്ള ഈ തീരുമാനം, പ്രഖ്യാപനം, അതെല്ലാം ഏത് തരത്തിൽ LDFന് ഗുണം ചെയ്യും എന്നാണ് ഇന്ന് പൊതുവേദി പരിശോധിക്കുന്നത്? താങ്കളുടെ ഒരു വിലയിരുത്തൽ ഏത് തരത്തിലാണ്? എനിക്ക് പൊതുവെയുള്ള അഭിപ്രായം, കഴിഞ്ഞ കാലങ്ങളിലെ ഇടതുപക്ഷം ഇപ്പോ പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ വളരെയേറെ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പൊ കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വെറും വാഗ്ദാനങ്ങൾ മാത്രം, അദ്ദേഹം നല്ല കഴിവുള്ള ഒരു നേതാവായിട്ടാണ് ഒരുപാട് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നെങ്കിലും ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിലുള്ള ഒരു ഭരണം
അദ്ദേഹം ഒന്നും കാഴ്ചവെച്ചിട്ടില്ല. നന്ദി. പാലക്കാട് നിന്ന് സുരേഷ് എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. ചെന്നൈയിൽ നിന്നും അരുൺ. ശ്രീ അരുൺ, തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ സജീവമായി കഴിഞ്ഞു. പക്ഷേ ഇവിടെ LDF അത്തരം തീരുമാനത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസും BJPയും ഒരു മെല്ലെപ്പോക്ക് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ആ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നതേയുള്ളൂ. എവിടെയൊക്കെ ആരൊക്കെ സ്ഥാനാർത്ഥിയാകണമെന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ചിലരെക്കുറിച്ചെല്ലാം അവർ സ്ഥാനാർത്ഥികൾ ആയി രംഗത്തെത്തുമെന്നുള്ള സൂചനകൾ മാത്രം നൽകുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ് LDF മുന്നോട്ട് പോയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ വേഗത്തിൽ CPM ഒപ്പം തന്നെ CPIയും ഇത്തരമൊരു തീരുമാനമെടുക്കാനും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുമുള്ള ഒരു സാഹചര്യം എന്താകും, അത് എത്രത്തോളം ഗുണം ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് താങ്കളുടെ വിലയിരുത്തൽ? എനിക്ക് പറയാനുള്ളത്, ഇവർ ചെയ്ത കാരണം CPIയും CPMഉം ഹലോ കേൾക്കുന്നുണ്ട്, തുടരാം. CPMഉം CPIയും ചെയ്ത നല്ല പ്രവർത്തികളുണ്ട്. അവർ നേരത്തെ അവർക്ക് കൂടുതൽ വോട്ട് പിടിക്കും അല്ല കിട്ടുമെന്നുള്ള ആ വെപ്രാളത്തിന് ആദ്യം മുൻകൂട്ടി ആൾക്കാരെ നിശ്ചയിക്കുകയാണ്. ഇല്ല എങ്കിൽ കാരണം ഇത്രയും അവർക്ക് ധൃതി വെക്കേണ്ടതോ അല്ലെ അവസരപ്പെടേണ്ട ഒരു കാര്യമില്ല. ഒന്ന്. രണ്ടാമത് ഇതേ മാർക്സിസ്റ്റിൽ തന്നെ വേറെ ഇവരെ കൂട്ട് കഴിവുള്ള ആൾക്കാർ ഇരിക്കുമ്പോൾ തന്നെയും ഇരിക്കുന്ന MLA-മാരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇവർ ആ സീറ്റിലേക്ക് വീണ്ടും ഈ MP സ്ഥാനത്തേക്ക് നിർത്തുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീണ്ടും പാവപ്പിടിച്ച ജനങ്ങളുടെ മണ്ടയിൽ ഈ ഭാരങ്ങളെ ഏൽപ്പിക്കുകയാണ്. പറഞ്ഞു മനസ്സിലായി? ഒന്ന്. രണ്ടാമത് വന്ന് ഇതിനകത്ത് എത്ര പേരുണ്ട് നല്ലവര്? നമ്മളൊക്കെ സാധാരണ ഒരു പഞ്ചായത്ത് വോട്ടിന് പോകണമെങ്കിൽ ചോദിക്കും പെറ്റി കേസ് പേരിലുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഒരു സാധാരണപ്പെട്ട ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരോട് ആദ്യം ചോദിക്കും പെറ്റി കേസുകൾ ഉണ്ടോ എന്ന്. ഇവർക്കൊന്നും ഒരു വിഷയമേ അല്ല, ഇവർക്കൊരു പ്രശ്നമേ അല്ല. കാരണം നമ്മുടെ ഇന്ത്യയുടെ നിയമം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന, അല്ല സാധാരണപ്പെട്ടവനോ അല്ല മെഡിൽത്തരം ആൾക്കാർക്കോ ജീവിക്കാനുള്ളതല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒന്ന്. പിന്നെ ഇച്ചിരി മുമ്പ് ഒരു പ്രേക്ഷകൻ പറഞ്ഞു നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ് ഒരുപാട് നല്ല കാര്യം ചെയ്തു. ഞാനൊന്നും കാണുന്നില്ല, ഞാൻ കണ്ടിട്ടുമില്ല. എന്തോ ചെയ്തെന്നായി പറയുന്നത്. ഇന്നും രാവിലെ TV കണ്ടതാണ്, ഒരു മനുഷ്യന് പ്രളയത്തിൽ നഷ്ടപ്പെട്ട ആ മനുഷ്യന് ഒരു വീട് പോലും ഇല്ല. നശിച്ചു പോയവർക്ക് അവർക്ക് ഒരു ആറുതൽ കൊടുക്കാൻ പോലും ഇതില്ലാതെ കണ്ട് ചെയ്യുക. കാരണം ഇത് ആരുടെയും വീട്ടു സ്വത്തൊന്നും അല്ല ഈ കൊടുക്കുന്നത്. ഇവർ കൊടുക്കുന്ന ഈ പൈസക്ക് ഓരോ പൈസക്ക് ഈ പബ്ലിക് എല്ലാം കൂടെ അതിന് സമാധാനം പറയുന്നതാണ്. അതുപോലും ചെയ്യാതെ കണ്ട് ഇവർ നല്ല ചെയ്ത് എന്ത് നല്ലത് ചെയ്യുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് എന്റെ അഭിപ്രായം ഇതൊക്കെ തന്നെ. കാരണം ആ പെട്ടെന്നുള്ള അത് അംഗക്കലിപ്പ് കൊണ്ട് പെട്ടെന്ന് ആൾക്കാരെ ഫിക്സ് ആക്കുക എന്നുള്ള അല്ലാതെ ഇതിനകത്ത് വലിയ നേട്ടമൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെന്നൈയിൽ നിന്നും അരുൺ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായം ഇത്തരത്തിലാണ്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. വണ്ടൂരിൽ നിന്നും രാജേഷ്. ഇപ്പോൾ ഈ അരുൺ എന്ന പ്രേക്ഷകൻ പറഞ്ഞ കാര്യം താങ്കൾ കേട്ടിട്ടുണ്ടാകും. ഈ സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിച്ചതുകൊണ്ട് പ്രത്യേക ഗുണമൊന്നും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഇവിടുത്തെ സർക്കാരിൻ്റെ ഭരണമടക്കമുള്ള പല കാര്യങ്ങളും ജനങ്ങൾ വിലയിരുത്തും. ആർക്ക് വോട്ട് ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുണ്ട്, പ്രത്യേക കാര്യങ്ങളൊന്നും ഇല്ല എന്ന തരത്തിലാണ് ചില പ്രേക്ഷകർ അഭിപ്രായം മുന്നോട്ട് വെച്ചത്. താങ്കളുടെ നിലപാട് ഏത് തരത്തിലാണ്? ഞാനത് മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം സംസാരിച്ചത് ഞാൻ കേട്ടു. പക്ഷെ എന്നിരുന്നാലും ചെന്നൈയിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ സംസാരിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. മുൻകൂട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നാൽ അത് ഏത് മുന്നണിയുടെയും, കാരണം ഒരു തർക്കമില്ലാതെ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് മുമ്പേ എത്തി പ്രചരണ രംഗത്ത് സജീവമാവുക എന്നത് ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ഏറ്റവും മികച്ച ഒരു കാര്യം തന്നെയാണുള്ളത്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനകീയമായുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിലെ കാര്യം നമുക്കറിയില്ല. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു ഭരണം കഴിഞ്ഞ കാലയിൽ നിന്നും വ്യത്യസ്തമായി ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രളയമുണ്ടായിരുന്നു, നിപ്പയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഏറ്റവും മികച്ച ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ ഒരു ഉറച്ച നിലപാട്, ശബരിമല വിഷയം പോലെയുള്ള കാര്യങ്ങളിൽ പോലും ഉറച്ച നിലപാടെടുക്കുന്ന ഒരു സമീപനമാണ് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഇപ്പൊ ഞാനൊക്കെ തുടർച്ചയായി ശബരിമലയ്ക്ക് പോകുന്ന ഒരാൾ കൂടിയാണ്. പക്ഷെ അത്തരം വിഷയങ്ങളിൽ പോലും ആ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കാനും ഭരണഘടന ഏതൊരു രാഷ്ട്രീയം അറിയുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇന്ത്യൻ ഭരണഘടന വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു നിലപാടെടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു സ്ഥാനാർത്ഥി നിർണയം തർക്കമില്ലാതെ പൂർത്തീകരിക്കുക ഒരു മുന്നണി സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചാണ്. ഇപ്പൊ നമ്മൾ ഒന്ന് വിശകലനം ചെയ്തു പോകേണ്ടത് UDF സംവിധാനത്തിലും അല്ലെങ്കിൽ NDA സഖ്യത്തിലും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടന്നിട്ടില്ല. ഞാൻ ഉൾപ്പെടുന്ന
പിന്നെ ഇപ്പൊ മലപ്പുറം ജില്ല, ഞാൻ വണ്ടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച് ഇന്ന് മുതൽ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ സജീവമായി മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിനെ പിന്നെ ഒരു അപ്രമാദിത്വമുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ഇപ്പോ പൊന്നാനി പോലെയുള്ള സ്ഥലത്ത് ഈ പിന്നെ MLA ഒരു ഇപ്പൊ നിലമ്പൂർ MLA ആണ് പിന്നെ പൊന്നാനിയിൽ മത്സരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം വെച്ചിട്ട് നിലമ്പൂർ MLA ഏറ്റവും 450ഓളം കോടി രൂപ നിലമ്പൂർ മണ്ഡലത്തിൽ ഉപയോഗിച്ച് വികസന രംഗത്തിൽ ഏറ്റവും മുന്നോട്ട് കുതിക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പൊന്നാനി മണ്ഡലം തീർച്ചയായും 100% പിടിച്ചെടുക്കും എന്നുള്ള കാര്യം തീർച്ചയായും മനസ്സിലാക്കിയതാണ്. കൂടുതൽ പ്രേക്ഷകർ ടെലിഫോൺ ലൈനിൽ ഉള്ളത് കൊണ്ട് അവർക്ക് അവസരം നൽകണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇടപെടുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ഈ തീരുമാനം LDFന് ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് അദ്ദേഹം നടത്തുന്നത്. മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകാം. ജയരാജൻ എന്ന പ്രേക്ഷകനാണ് ഇനി ടെലിഫോൺ ലൈനിലുള്ളത്. ശ്രീ ജയരാജൻ, എവിടെ നിന്ന് വിളിക്കുന്നു? ഇന്നിപ്പോൾ നമ്മൾ പൊതുവേദി ചർച്ച ചെയ്യുന്ന വിഷയം നേരത്തെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം. CPM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. അവർ പ്രചരണ രംഗത്ത് സജീവമായി തുടങ്ങുകയും ചെയ്യുന്നു. ഇത് എത്രമാത്രം LDFന് ഗുണം ചെയ്യും എന്നാണ് ചോദ്യം. ആ ചോദ്യത്തോട് താങ്കളുടെ പ്രതികരണം. സാറേ, ഇത് LDFന് വൻ മുന്നേറ്റം ഉണ്ടാകും ഈ മുൻകൂട്ടിയുള്ള ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കാരണം അതെന്ന് വെച്ചാൽ പാർട്ടിക്കകത്ത് യാതൊരു പ്രശ്നമില്ലെന്നുള്ളതാണ് നമ്മളെ പോലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ പൊന്നാനി മണ്ഡലത്തിൽ നിന്നാണ് വിളിക്കുന്നത്. മറ്റുള്ള മറ്റേ UDF-നാണെങ്കിലും BJP-ക്കാണെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പോലും ജനങ്ങളുടെ മുന്നിലേക്ക് ഇതുവരെ വയ്ക്കാൻ പറ്റിയിട്ടില്ല. LDF ആണെങ്കിൽ മുൻകൂട്ടി 20 സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ച് ഇന്ന് പ്രചരണം തുടങ്ങി കഴിഞ്ഞു. പൊന്നാനി തിരൂരൊക്കെ ഇന്ന് വൈകുന്നേരം വലിയ പ്രകടനം നടക്കുകയാണ്. അപ്പം ഈ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം കൂടുതൽ ഗുണമുണ്ടാക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? മറ്റു പല പ്രധാന പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ശബരിമല അടക്കമുള്ള പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചർച്ച ചെയ്യപ്പെടും. അതൊക്കെ മറികടക്കാൻ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാകുന്നതിലൂടെ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും സാറേ. ശബരിമല പ്രശ്നം ആർക്കാണ് പ്രശ്നം? തീവ്രവാദികൾക്ക് അവർക്കല്ലേ പ്രശ്നമുള്ളൂ. അല്ല, സാധാരണ ഭക്തന്മാർക്ക് എന്താ അവിടെ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറ് കേട്ടിട്ടുണ്ടോ? സാറൊക്കെ ന്യൂസ് വായിക്കുന്ന ആൾക്കാരല്ലേ? അവിടെ ഏതെങ്കിലും ഭക്തന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അവിടെ കലാപം ഉണ്ടാക്കാൻ പോകുന്നവർക്ക് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് പിന്നെ 20 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. 20 സ്ഥാനാർത്ഥികളും കറകറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. ഒരു അഴിമതി കൂടി ഇല്ലാത്ത സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാൻ നിൽക്കുന്നത്. നന്ദി. മലപ്പുറത്ത് നിന്ന് ജയരാജൻ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത്. മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. കരുണൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ കരുണൻ, എവിടെ നിന്ന് വിളിക്കുന്നു? ഈ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥികളായി BJP-യുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകും എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്യും. പക്ഷേ അവരുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ LDF സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. അത് ഏത് തരത്തിൽ LDFന് ഗുണമാകും എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് നിലപാട്? കേരളത്തിലെ LDFന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും പെട്ടെന്ന് പിന്നെ മുൻകൂട്ടി സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് പ്രചരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് കേരളത്തിലെ LDFന്റെ വലിയ മുന്നേറ്റത്തിനുള്ള ഒരു വഴിത്തിരിവായി. കേരളത്തിലെ 20 നിയമസഭാ പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും LDF വൻ മുന്നേറ്റം ഉണ്ടാക്കും എന്നതിന്റെ സൂചനയാണ് ഈ സ്ഥാനാർത്ഥി തന്നെ. അത് നല്ല ക്വാളിറ്റിയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് പിന്നെ ഈ മൊത്തത്തിൽ കേരളത്തിൽ പിന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മോദി സർക്കാരിനെതിരെ വലിയൊരു ജനവിധി കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് സ്ഥാനാർത്ഥി മുൻകൂട്ടി നിശ്ചയിച്ചതിന്റെ കാണാൻ കഴിയുന്നത്. ശരി, നന്ദി പ്രതികരണം അറിയിച്ചതിന്. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. കണ്ണൂരിൽ നിന്നും ദാസൻ എന്ന പ്രേക്ഷകനാണ് ഇനി ചേരുന്നത്. ദാസൻ, ഇവിടെ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം MLA-മാരുടെ എണ്ണമാണ്. 4 സിറ്റിംഗ് MLA-മാരെയാണ് CPM നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളായിട്ട്. 2 പേർ CPI-യുടെ സ്ഥാനാർത്ഥി പട്ടികയിലുമുണ്ട്. അങ്ങനെ MLA-മാരുടെ ഒരു ബാഹുല്യം ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇത്തരം MLA-മാർ മത്സരിക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ച നേതാക്കൾ തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നത്. എങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ സജീവമാകാൻ LDFന് കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം ഒരു ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടാകും എന്നാണ് താങ്കൾ കരുതുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഓരോ പാർട്ടിക്കാരുടെ സൗകര്യം നമുക്ക് അഭിപ്രായം പറയാനില്ല. എങ്കിലും ഞാൻ പറയുന്നത് കൃത്യമായിട്ട് 3 ആളുടെ കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട്. കാരണം ഒന്ന്, നമ്മളെ ജയരാജന് വടകരയെ സംബന്ധിച്ച് പറഞ്ഞാൽ സോഷ്യലിസ്റ്റിലേക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ തവണ തന്നെ ഏതാണ്ട് വടകര ഒറ്റ അസംബ്ലി മണ്ഡലത്തിൽ 20,000 വോട്ട് മേലെ നമ്മളെ ഈ ചന്ദ്രശേഖരന്റെ ഭാര്യ പിടിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നസെന്റ്
കൃത്യമായിട്ട് പല നിർദ്ദേശമാണ് കിട്ടും. കാരണം ഇന്നിപ്പോ ഈ SFIന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ ശിവദാസൻ, ടി ശിവദാസൻ വളരെ പറ്റിയ യോഗ്യനായ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ MA ബേബി, ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കരകടഞ്ഞൊരു വ്യക്തിത്വമാണ് MA ബേബി. BM സുധീരൻ, MA ബേബി, പന്ന്യൻ രവീന്ദ്രനൊക്കെ ഒരേ തൂവ പക്ഷികളാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഒരു സ്ഥാനമില്ല ഇവിടെ. ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ജയരാജനെ മാറ്റിയിട്ടില്ലെങ്കിൽ ജയരാജൻ തോൽപ്പിക്കും അത് BJP-ക്കാരൻ. കൃത്യമായിട്ടും ഇടതുപക്ഷം നല്ല സ്വാധീനമുണ്ട് ഇപ്പോ. പക്ഷെ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ ഇന്നസെന്റിനെയും ജയരാജനെയും മാറ്റിക്കഴിഞ്ഞാൽ ഇത് രണ്ട് തോക്കും. ഇപ്പൊ തന്നെ കോൺഗ്രസ് ഉറപ്പിക്കാം 2 സീറ്റ്. ശരി, നന്ദി. പ്രതികരിച്ചത് കണ്ണൂരിൽ നിന്നും ദാസൻ എന്ന പ്രേക്ഷകനാണ്. ചില സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അഭിപ്രായമാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. മസ്കറ്റിൽ നിന്നും ജയചന്ദ്രൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ ജയചന്ദ്രൻ, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി കഴിഞ്ഞു. പ്രത്യേകിച്ചും അത്തരമൊരു സജീവമാകാൻ കാരണം LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ്. കാരണം 20 സ്ഥാനാർത്ഥികൾ 20 മണ്ഡലങ്ങളിലും അവർ പ്രചരണങ്ങൾക്ക് തുടക്കമിടുകയാണ്. ഈ കാര്യം പ്രത്യേകിച്ചും ഇത്തരം വേഗത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുകയും ആ പ്രചരണ രംഗത്ത് സജീവമാകുന്നതിലൂടെയും കൂടി LDFന് അത് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളൊരു ചോദ്യത്തോട് താങ്കളുടെ പ്രതികരണം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മളിവിടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് LDFന് ഇവിടുത്തെ LDF എടുത്ത ചില തീരുമാനങ്ങൾ ഇതെല്ലാം ജനങ്ങള് വളരെ അവർക്ക് മോശമായ രീതിയിൽ ഒരു ഫലം പ്രഖ്യാപിക്കും, ഫലം വരും എന്നുള്ള ഒരു തലത്തിലേക്കൊക്കെ പോയത്. പക്ഷെ ഇപ്പൊ ഈ 20 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പം എനിക്ക് TV-യിൽ ഞാനിന്ന് രാവിലെ തൊട്ട് വീക്ഷിക്കുകയാണ്. TV നമ്മൾ ദൂരെ ഇരുന്ന് ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഞാൻ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം മൊത്തം LDFന്റെ ഒരു സൗണ്ട് മാത്രം ഉള്ള പോലെ തോന്നുന്നു എല്ലാ TV-കളും തുറക്കുമ്പം. എന്തായാലും നമുക്കിപ്പോ ഈ കണ്ടതാണ്. ഇപ്പൊ സ്ത്രീകളെ നോക്കി കഴിഞ്ഞാൽ തന്നെയും അവർ 2 വനിതകളെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുവാക്കൾക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഇന്നസെന്റ് നിലനിർത്തി അവര് സിനിമ കലാരംഗത്ത് നിന്ന് ഒരാൾക്ക് അതും നിലനിർത്തിയിരിക്കുന്നു. അതുപോലെ നോക്കുമ്പോൾ പൊതുവെ നോക്കുമ്പോൾ നമുക്ക് ഒരു നല്ല അവർക്ക് ഗുണം ചെയ്യും എന്നുള്ള തലത്തിലേക്കുള്ള ഒരു അന്തരീക്ഷം അവർ ഉണ്ടാക്കിയെടുത്ത് തുടക്കത്തിൽ തന്നെ. ഇവിടെ ഈ ശ്രീ ജയചന്ദ്രൻ, ഈ സ്ത്രീ ശാക്തീകരണം പ്രധാന ചർച്ചയാകുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ. അപ്പോൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ, കൂടുതൽ സ്ത്രീ സാന്നിധ്യം വേണ്ടിയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ വേണ്ടിയിരുന്നു തോന്നുന്നുണ്ടോ? പക്ഷെ ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഇത് ഒരു 20 പാർലമെന്റ് MLA-മാരെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മളവിടെ ഒരു പെർസെന്റേജ് നമ്മൾ കണക്കൂട്ടിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറയുമ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനെ പറ്റിയ ആൾക്കാരെ ഒരുപക്ഷെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചെന്നിരിക്കത്തില്ല. ഇപ്പൊ ശ്രീമതി ടീച്ചർ ആയാലും പിന്നെ വീണ ജോർജ് ഒക്കെ എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റിയ സ്ഥാനാർത്ഥികളാണ്. പക്ഷെ നമ്മൾ പുറന്നോട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പില്, അതിന് മുമ്പത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പില് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്ന സമയത്ത് അവർക്കൊരു വനിതാ മന്ത്രിയെ അവർക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായ കാര്യം നമുക്ക് ഓർമ്മയുള്ളതാണ്. കാര്യം ഞങ്ങളെപ്പോലുള്ള പിന്നെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകളെ വിട്ടിട്ട് കോൺഗ്രസ്സുകാർക്ക് പോലും മനസ്സിലാവാത്ത ഒരാള് സ്ഥാനാർത്ഥിയാവുന്നു, ജയിക്കുന്നു, മന്ത്രിയാകുന്നു. അതൊരു അവസ്ഥയാ, ആ പാർട്ടിയുടെ ഒരു അവസ്ഥയാ. അതുപോലെ തന്നെയാണ് ഇപ്പം നമുക്കിനി കാണാം അവർക്ക് എത്ര വനിതകൾ കാണും. BJP എന്ന് പറയുമ്പോ അത് പോട്ടെ, ശബരിമലയില് ശബരിമലയുടെ ഒരു വിഷയം മാത്രം അവര് പറഞ്ഞുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൊള്ളരുതാഴികളെയും മറച്ചു വെക്കാൻ അവര് ശബരിമല മാത്രമേ ഉള്ളവർക്ക് ജനങ്ങളെ നന്ദി. പ്രതികരിച്ചവന് ജയചന്ദ്രൻ മസ്കറ്റിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് പോകാം. അങ്കമാലിയിൽ നിന്നും ബിജു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ ബിജു, ഇവിടെ സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ അവിടെ ആ പട്ടികകൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ MLA-മാർ മത്സരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അത് എത്രത്തോളം LDFന് ഗുണം ചെയ്യും? എങ്കിൽ ആ ഒരു തീരുമാനത്തെ താങ്കൾ ഏത് തരത്തിലാണ് കാണുന്നത്? അത് അവരുടെ ഒരു തീരുമാനത്തിന്റെ ഒരു പരാജയത്തിന്റെ രീതിയാണ് കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു നിഷ്പക്ഷ രാഷ്ട്രീയക്കാരനാണ്, വെറും ഒരു സാധാരണക്കാരനാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ എന്താ ചെയ്തതെന്നുള്ളതോ ഒരു മതില് തീർത്തുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്നും വലിയ കാര്യമായിട്ട് സാധാരണക്കാരെ സംബന്ധിച്ച് തോന്നുന്നില്ല. പിന്നെ ഈ സിറ്റിംഗ് MLA നിർത്തുന്നതിന്റെ പരമമായ ഉദ്ദേശം തന്നെ അവരുടെ ഒരു പരാജയ രീതി കാണുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പിന്നെ മെയിനായിട്ട് ശബരിമല വിശ്വാസികളാണല്ലോ ഭൂരിപക്ഷം. വിശ്വാസികളെ ചവിട്ടി മെതിച്ചുകൊണ്ടുള്ള ഒരു
അതായത് ഒരു സുപ്രീം കോടതി വിധിയും ഭരണഘടനാപരം. അങ്കമാലിയിൽ നിന്നും ബിജു എന്ന പ്രേക്ഷകനായിരുന്നു ടെലിഫോൺ ലൈനിലുണ്ടായിരുന്നു. നന്ദി പ്രതികരിച്ചതിന്. പാലക്കാട് നിന്ന് സൈനുദ്ദീൻ എന്ന പ്രേക്ഷകനിലേക്ക് പോകാം. ശ്രീ സൈനുദ്ദീൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചരണം സജീവമാകും. സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ചും LDFിൻ്റെ സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ ആരെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയുകയും ചെയ്യാം. എന്തായാലും ഈ അവരുടെ ഒരു പ്രഖ്യാപനം വൈകുന്നു. അതേക്കുറിച്ച് താങ്കളുടെ ഒരു നിരീക്ഷണം ഏത് തരത്തിലാണ്? എന്തുകൊണ്ടാകാം കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ ഒരു പ്രഖ്യാപനം വൈകുന്നതെന്നാണ് തോന്നുന്നത്? ഞാൻ പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ നിന്നുമാണ് സംസാരിക്കുന്നത്. ഓക്കെ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതോടെ അത് തോൽവിയാണെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പിന്നെ പാലക്കാട് നിന്നും മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ CPM പ്രതികരിക്കുന്നത്. ഈ 2 തവണ ഇവിടെ MP ആയിരുന്നിട്ടും ഈ പാലക്കാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഒന്നും ചെയ്തിട്ടില്ല പാലക്കാടിന് വേണ്ടിയിട്ട്. ഒരു പുരോഗമനവും പാലക്കാട് നടന്നിട്ടില്ല. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇവർ പറയുന്നു കറകളഞ്ഞ സ്ഥാനാർത്ഥികളാണ് ജനങ്ങൾക്ക് മുന്നിൽ നിർത്തിയിരിക്കുന്നതെന്ന്. EP ജയരാജന്റെ കറയെല്ലാം എങ്ങനെ ചെത്തിക്കളഞ്ഞു എന്ന് ജനം മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇന്നസെന്റ് സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് തന്നെ അവർക്ക് എതിർപ്പുണ്ട്. അത് പരസ്യമായി വന്നതാണ്. അതായത് ഈ നേരത്തെ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ട് വലിയ കാര്യമുണ്ടാകില്ല എന്നാണ് താങ്കൾ പറഞ്ഞു. അതെ, ശരി, നന്ദി പ്രതികരിച്ചു. പാലക്കാട് നിന്ന് സൈനുദ്ദീൻ എന്ന പ്രേക്ഷകൻ. മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. പാലക്കാട് നിന്ന് തന്നെ കമാലുദ്ദീൻ എന്ന പ്രേക്ഷകനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേരുന്നത്. ശ്രീ കമാലുദ്ദീൻ, താങ്കളുടെ നിരീക്ഷണം അറിയിക്കാം. ഹലോ, പറയാം, എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാം? ഈ തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തില് ഇന്നസെന്റിനെ പോലെയുള്ളവരിനെ നിർത്തിയത് വലിയ തെറ്റായിപ്പോയി. ഹലോ, കേൾക്കുന്നുണ്ട്, തുടരാം. വേഗത്തിൽ താങ്കളുടെ അഭിപ്രായം പറയൂ, സമയക്കുറവുണ്ട്. ഇന്നസെന്റിനെ പോലെയുള്ളവരിലേക്കും വിവാദമായി കിടക്കുന്ന സ്ഥാനാർത്ഥികളാക്കിയത് തെറ്റായിപ്പോയി എന്നാണ് പറയാനുള്ളത്. നന്ദി പ്രതികരിച്ചതിന്. പാലക്കാട് നിന്ന് കമാലുദ്ദീൻ എന്ന പ്രേക്ഷകനാണ് അഭിപ്രായം അറിയിച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നിട്ടില്ല. പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാകുകയും ചെയ്യുന്നു LDF. അതേസമയം കോൺഗ്രസിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. എന്തായാലും മുൻകൂട്ടിയുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്രമാത്രം LDFിന് ഗുണം ചെയ്യും എന്നുള്ളൊരു ചോദ്യത്തോടാണ് ഇന്ന് പ്രേക്ഷകർ പ്രതികരിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.